ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഒരു സങ്കല്പം പോലെ 19 ദശകങ്ങൾ ഭഗവാൻ നിശ്ചയിച്ചതുപോലെ അർത്ഥവിചാരം ചെയ്ത് ആ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ ഈ ഉള്ളവളെ നിയോഗിക്കുകയുണ്ടായി ഭഗവാൻ. ഇന്ന് അത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ആ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. പൃഥോസ്തു നപ്താ പൃഥുധർമ്മ കർമ്മഠ പ്രാചീന ബർഹിര്യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാനജീജനത്വദ് കരുണാങ്കുരാനിവ പിതുസ്സിസൃക്ഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാപി തേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്ദദൃശുർമനോഹരം തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽസേവകദർശയാദൃത പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാമുപാദിശദ്ഭക്തതമസ്തവസ്തവം സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിഷിതായുതം സമ ഭവൽസുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാം തപോഭിരേഷാമതിമാത്രവർദ്ധിതൈ സയജ്ഞഹിംസാ നിരതോപി പാവിത പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ കൃപാബലേനൈവ തതഃ പ്രചേതസാം പ്രകാശമാഗാഃ പദകേന്ദ്രവാഹനഃ വിരാജി ചക്രാദിവരായുധാംശുഭിർഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനതാം ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രനുതിശ്ച കാമദാം അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യഥേതി ന്യഗതോ മുദൈവതാൻ തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേം അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 20 ഋഷഭചരിതം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദാഗ്നീധ്രരാജാദുദിതോ हि നാഭിഃ ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്यै കൃതയജ്ഞകർമ്മ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ പറയാറുള്ളത് പോലെ അടുത്ത ദശകത്തിൻ്റെ ഒരു ശ്ലോകം വായിച്ചു വേണം നിർത്താനെന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. അതായത് അവിടം കൊണ്ട് ആ ദശകം തീരുകയല്ല, നമ്മൾ ഇനിയും അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അടുത്ത അധ്യായത്തിൻ്റെ അടുത്ത ദശകത്തിൻ്റെ ഒരു ശ്ലോകം വായിച്ച് നിർത്തുന്നത്. ഇനിയും
ഈ ഒരു 19ാമത്തെ ദശകത്തിൻ്റെ പാരായണ ഫലസിദ്ധി പറയുന്നത് കർമ്മ നിർമുക്തിയാണ്. ഇവിടെ നമുക്ക് പ്രചേതസ്സുകളുടെ കാര്യത്തിൽ പറയുന്നത് പോലെ ഭഗവാനിങ്കിലേക്കെല്ലാം സമർപ്പിച്ച് നടക്കുന്നതൊക്കെ അവിടുത്തെ ലീലയാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ സങ്കല്പമാണ് എല്ലാമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ നിശ്ചയമാണ് നടക്കുന്നതെല്ലാമെന്ന് ഉത്തമ ബോധ്യം വന്നാൽ കർമ്മത്തോടൊന്നും തന്നെയും നമുക്കൊരു മമതാബന്ധം ഉണ്ടാവുകയില്ല, ഒരു ഒട്ടലുണ്ടാവുകയില്ല. ഈ ഒട്ടൽ ഉണ്ടാവുന്നിടത്താണ്, ഈ മമത ഉണ്ടാവുന്നിടത്താണ് ഞാൻ എന്ന കർത്തൃത്വഭാവം ഉണ്ടാവുന്നത്. ഈ കർത്തൃത്വഭാവമാണ് പലപ്പോഴും നമ്മളെ മാനാഭിമാനങ്ങളിലേക്ക്, മാനാപമാനങ്ങളിലേക്ക്, നമുക്ക് അഭിമാനവും അപമാനവും എന്നുള്ള ഒരു ഭാവം മനസ്സിലുണ്ടാവുന്നത് ഈ കർത്തൃത്വഭാവം കൊണ്ടാണ്. ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം വരുന്നിടത്ത് മാത്രമേ ഈ ഒരു മാനവും അപമാനവും ഉണ്ടാവുന്നുള്ളൂ. അവിടെ മാത്രമേ കാമവും ക്രോധവും ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് നമ്മളോട് പ്രിയം പറയുന്നവരോട് ഒരു ഇഷ്ടവും അപ്രിയം പറയുന്നവരോട് അനിഷ്ടവും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾ നടന്നാൽ അല്ലെങ്കിൽ അതിനുള്ള ഫലം കിട്ടിയാൽ അതിനോടൊരു മോഹം, ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം ഒക്കെ ഉണ്ടാവുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് എത്തിച്ചേർന്നില്ലെങ്കിൽ അതിനോടൊരു അതൃപ്തി ഉണ്ടാവുക. ഇതൊക്കെ ഞാൻ എന്ന കർത്തൃത്വ ഭാവത്തിലാണ്. മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ കൊണ്ട് പോലും ഓരോ വാക്കും പറയിപ്പിക്കുന്നത്, ഓരോ കർമ്മവും നടത്തുന്നത് ഗുരുവായൂരപ്പനാണ് എന്നൊന്ന് ചിന്തിച്ചാൽ ഫലം വരികയെ വരാതിരിക്കുകയെ ചെയ്യട്ടെ, അതും അവിടുത്തെ നിശ്ചയമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് തന്നെ നിർമുക്തി നേടുക എളുപ്പമായി, മുക്തി നേടുക എളുപ്പമായി. കാരണം ഈ കർമ്മമാണ് നമ്മളെ പലതിനോടും, ഈ ഭൗതികമായ പലതിനോടും നമ്മളെ ചേർത്ത് നിർത്തുന്നത്. ഈ ദേഹം എന്ന് പറയുന്നത്, ഈ ദേഹം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഈ കർമ്മത്തെ ഒടുക്കുവാൻ വേണ്ടിയിട്ടാണ്, കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ കർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്കതീതമായ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്നറിയുക. കാരണം ജനനമോ ജരാമരണങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് ജനിക്കുന്നവരല്ല, നമ്മൾ ആഗ്രഹിക്കുമ്പോഴോ നമ്മൾ ആഗ്രഹിച്ചിട്ടോ വരുന്നതല്ല ജരാനരകൾ, നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളെ കവർന്നെടുക്കുന്നതല്ല മരണവുമെങ്കിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമുക്കതീതമായ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്ന് ഉത്തമ ബോധ്യം വന്നാൽ പ്രാരബ്ധ കർമ്മങ്ങൾ ചെയ്യുവാനായി എടുത്ത ഈ ദേഹം കർമ്മമൊടുങ്ങുമ്പോൾ പതിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ ദേഹസംബന്ധമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും, എല്ലാ കർമ്മങ്ങളിൽ നിന്നും കർമ്മം ചെയ്യുമ്പോൾ തന്നെ മുക്തിയുടെ ഭാവത്തിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയും. അതാണ് ഇവിടെ പ്രചേതസ്സുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദശകത്തിൻ്റെ പാരായണ ഫലവും കർമ്മനിർമുക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മം ഒടുങ്ങുന്നത് വരെയേ ഉള്ളൂ ദേഹത്തിന് പ്രസക്തി. കർമ്മങ്ങളാവട്ടെ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നറിയുക. ഒരു കർമ്മവുമല്ല, ഒരു വാക്ക് നമ്മൾ പറയുന്നത് മുതൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നത് വരെ ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഏതൊരു ശക്തിയാണോ ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീഴണമെന്ന് നിശ്ചയിച്ചത്, നമ്മുടെ കർമ്മങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്ന് നിശ്ചയിച്ചത്, ആ പ്രാരബ്ധങ്ങൾ ഒടുങ്ങാൻ ഇനിയും ഈ ദേഹത്തിന് യാത്ര ചെയ്യണമെന്ന് തീരുമാനിച്ചത് ആ ചൈതന്യത്തിൻ്റെ, ആ ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിനെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മുക്തിയുടെ ഭാവത്തിലിരുന്നു കൊണ്ട്, മുക്തമായിക്കൊണ്ട്, അതിനോടൊരു മമതാബന്ധമില്ലാതെ ചെയ്യുവാൻ നമുക്കൊക്കെ കഴിയും. പ്രചേതസ്സുകളെ പോലെ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഉറച്ച ഒരു പ്രേമഭക്തിയോടുകൂടി
ഭഗവാന് വേണ്ടി സേവ ചെയ്യുവാൻ, ഓരോ കർമ്മവും ഭഗവാന് വേണ്ടിയുള്ള സേവയായി മാറാൻ, കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെ ഭഗവാനെ അവിടുത്തേക്ക് വേണ്ടിയുള്ളതാകാൻ, ആ സാത്വിക ഭാവത്തിലേക്ക് നമ്മളെയൊക്കെ എത്തിക്കാൻ പ്രചേതസ്സുകളെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ അവിടുന്ന് പറയിപ്പിച്ച വാക്കുകളൊക്കെ അവിടുത്തെ സങ്കല്പമാണ്, അവിടുത്തെ നിശ്ചയമാണ്. ഇനിയും അവിടുത്തെ സങ്കല്പം പോലെയൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ പറഞ്ഞതും പറയിപ്പിച്ചതും എല്ലാം അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.